ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സേസിൻ്റെ മാനുവൽ 2023 എന്നുള്ള ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസാണ്. അപ്പോൾ നമ്മൾ സെക്ഷൻ 13 അല്ല, സെക്ഷൻ 14 വരെയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സെക്ഷൻ 14 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത് 23/6/2023 വർഷമാണ്. അപ്പം ആ വീഡിയോയിൽ കുറച്ച് പ്രശ്നം വന്നുപോയി. ഇതിന് മുന്നേ നമ്മൾ ചെയ്ത വീഡിയോയിൽ ഇതിന് മുന്നേ ചെയ്ത സെക്ഷൻ 4, 5 വീഡിയോയിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. അതുപോലെ തന്നെ ഈ തവണയും പറ്റിപ്പോയി. വേറെ ഒന്നുമല്ല, നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കയറി വന്നു ഫോണിലോട്ട്. അപ്പോൾ അത് കാരണം വീഡിയോ നമ്മൾ വിചാരിച്ച രീതിയിൽ അവസാനിപ്പിക്കാൻ പറ്റിയില്ല. അത് ലാസ്റ്റ് ഭാഗമൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം ഞാൻ അതിന് ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. അപ്പോൾ സെക്ഷൻ 15 എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സെക്ഷൻ 14 വീഡിയോ ആണ് ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് ഭാഗം നമുക്ക് പറയാൻ പറ്റാതെ പോയത്, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കടന്നു വന്നുകൊണ്ട്. അപ്പോൾ അതാണ് നമുക്കതൊന്നും ചെയ്യാൻ. ഞാനപ്പോൾ ആദ്യം ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഡിലീറ്റ് ചെയ്താലും ശരിയാവില്ല. കാരണം നമുക്ക് ഒരുപാട് നമുക്ക് ടൈമില്ല. ബുക്ക് ഫുൾ വലിയ ബുക്കാണല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് ഒരുപാട് ചെയ്ത് തീർക്കാനുണ്ട്, ഒരുപാട് ക്ലാസ്സുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് എല്ലാവരും ക്ഷമിക്കണം. നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഭാഗം പേപ്പർ 1 CSITയിലെ പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് എന്നുള്ള വിഭാഗത്തിലെ ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അതിൽ ഇക്കോസിസ്റ്റം ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്നുള്ള പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴായിരുന്നു നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റിയില്ല. ഇത് പറഞ്ഞ് പകുതി എത്തിക്കുന്നത് വലിയ പാസേജാണ്. ലാസ്റ്റ് ഭാഗം എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പറയാൻ പറ്റിയില്ല. ഒരു അവസാനം ഇല്ലാത്ത പോലെ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു തുടക്കം അവസാനം ആവശ്യമാണ്. അപ്പോൾ അത് പറയേണ്ടതായിരുന്നു. പക്ഷെ പെട്ടെന്ന് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റാതെ പോയി. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. കാരണം നമ്മളങ്ങനെ ഒരു വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെതായ മര്യാദകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ യൂട്യൂബിൽ. അതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ വെച്ച് നമ്മൾ 23/6/2023 സെക്ഷൻ 14 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ലാസ്റ്റ് ഭാഗം നമുക്ക് പറയാൻ പറ്റാതെ പോയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതേ ദിവസം തന്നെ ഇതിൻ്റെ ബാലൻസ് ഭാഗം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സെക്ഷൻ 15 എന്നും പറഞ്ഞിട്ട് ഓരോ ദിവസം തന്നെ ചെയ്യണം. കാരണം കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ചെയ്യണം, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. കാരണം ഫോണിലാകുമ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. കോൾ വന്ന് എടുക്കേണ്ടി വരും, എമർജൻസി ആയിട്ടുള്ള കോൾ വന്ന് എടുക്കേണ്ടി വരും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീഡിയോ ലാസ്റ്റ് കട്ടായി പോകണം. പിന്നെ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ കൺട്രോൾ ചെയ്യാനുള്ളത്, വേറെ ക്യാമറമാനൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും സഹകരിക്കണം, ക്ഷമിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കാരണം യൂട്യൂബ് ആയതുകൊണ്ട് കമൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം പറയുന്നത്. ദയവ് ചെയ്ത് എല്ലാവരും ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്കുകൾ കാരണം ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഇനിയും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ പറയാണ്, എല്ലാവരും സഹകരിക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ബുക്കിനെ കുറിച്ചാണ്. കാരണം ഇത് പുതിയ വീഡിയോ ഇട്ട് ചെയ്യണ കാരണം കൊണ്ട് തന്നെ ഈ ബുക്കിനെ കുറിച്ച് നമുക്ക് വീണ്ടും പറയേണ്ടി വരാണ്. നമ്മൾ സെക്ഷൻ 14 എന്നുള്ള വീഡിയോയിൽ നമ്മൾ ആദ്യമേ പറഞ്ഞാണ്, ബുക്കിലെ സിലബസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇത് വീണ്ടും പറയേണ്ട അവസ്ഥയാണ് ആദ്യം മുതലേ തന്നെ, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ നമ്മളത് വീണ്ടും പറയാണ്. സെക്ഷൻ 14 വീഡിയോയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ മെയിനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി പറയാൻ വന്നത് ആ വീഡിയോയിൽ. ഇനിയിപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയണം ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ അല്ലെങ്കിൽ അങ്ങനെ അതുള്ളതാണ്. എനിക്കത് വേറെ തരത്തിൽ ചെയ്യാനും അറിയില്ല. പെട്ടെന്നൊക്കെ അത് വന്നു കഴിയുമ്പോൾ നമ്മൾ വീഡിയോ ഇതായി പോവുകയാണ്. അതുപോലെ തന്നെ ഫോൺ കോൾ വരിക, കാരണം എനിക്ക് ഭയങ്കര ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ നമുക്ക് ചിലപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സെക്ഷൻ 14 വീഡിയോയിലും നമ്മൾ എന്ന് വെച്ചാൽ ഇന്ന് 23/6/2023 ചെയ്ത സെക്ഷൻ 14 വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത്. അപ്പം എന്തായാലും അത് ഇപ്പം പറയാനായിരിക്കും എന്താ പറയുക, ഇപ്പം പറയാനായിരിക്കും അതിൻ്റെ ഒരു സമയം. അതുകൊണ്ട് നമ്മളിപ്പോൾ പറയണമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പേഴ്സൺ സീസിറ്റി മാനുവൽ 2023 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സെക്ഷൻ 14 ഞാൻ പറഞ്ഞല്ലോ, സെക്ഷൻ 14 വീഡിയോ വരെ ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് ഭാഗം പറയാൻ പറ്റിയില്ല. അതിൻ്റെ ബാലൻസ് ഭാഗം തന്നെയാണ് നമ്മൾ ആ പറഞ്ഞതൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്, സെക്ഷൻ 15 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദ പേഴ്സൺ സീസിറ്റി മാനുവൽ 2023 ബുക്ക് എന്നാണ് നമ്മൾ പറഞ്ഞത്. വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്.
ഇത് യഥാർത്ഥത്തിൽ ദ പേഴ്സൺ CCT മാനുവൽ 2023 ബുക്കല്ലത്. ദ പേഴ്സൺ CCT മാനുവൽ 2030 ബുക്കാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ദ പേഴ്സൺ CCT മാനുവൽ 2023 24 ആയിട്ടുള്ള UPSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ സിലബസ് ഫോളോ ചെയ്ത് പഠിക്കണം. അല്ലെങ്കിൽ 2030 ദ പേഴ്സൺ CCT മാനുവൽ 2030 സിലബസ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ CSIT എക്സാം പരാജയത്തിലോട്ട് പോകും. നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ഓർക്കുക. ദ പേഴ്സൺ CCT മാനുവൽ 2023 ബുക്കല്ല ഇതെന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത് എല്ലാ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 14 വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കാരണം സെക്ഷൻ 14 വീഡിയോയിൽ തുടങ്ങിയപ്പോൾ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് പിന്നെ ആ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അതേ ദിവസം തന്നെ ആ വീഡിയോ ചെയ്ത അതേ ദിവസം തന്നെ ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ വീഡിയോയിലും നമുക്കത് പറയേണ്ടി വരണം. കാരണം ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അത്രയും പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിന് ഭയങ്കര നഷ്ടം വരും. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഫാൻ ഉപയോഗിച്ചാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഫാൻ ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് വീഡിയോയിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട്. ഭയങ്കര സൗണ്ട് കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയണ കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ സൗണ്ടിനേക്കാൾ കൂടുതൽ ഫാൻ്റെ സൗണ്ടാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ക്ഷമ ചോദിക്കണം ഫാൻ ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ട്. അപ്പോൾ ഫാൻ കാരണം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതങ്ങനെ. പിന്നെ പരമാവധി നമ്മൾ ഫാൻ ഒഴിവാക്കാമെന്ന് വിചാരിച്ചെങ്കിലും ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതന്നെ ഉപയോഗിച്ച് ചെയ്യുന്നത്. വേറെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസുകൾ നമുക്ക് അത്ര ഇല്ല വീഡിയോ എടുക്കാൻ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും അതൊന്നൊക്കെ ഒന്ന് ഓർക്കുക. അപ്പോൾ ഇത്ര നമുക്ക് പ്രധാനമായിട്ട് വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദ പേഴ്സൺ CCT മാനുവല്ല പേപ്പർ 1 ജനറൽ സ്റ്റഡീസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ആദ്യം മുതലേ തന്നെ പറയേണ്ടി വരും. സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ. ഇപ്പോൾ സെക്ഷൻ 4 ഇതുപോലെ തന്നെ നമ്മൾ വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ സെക്ഷൻ 4 ഇതുപോലെ തന്നെ ലാസ്റ്റ് ഭാഗം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അന്ന് ഒരു കോൾ അത്യാവശ്യമായിട്ട് വന്ന് അതാണ് അത് എടുക്കേണ്ടി വന്ന്. ഇവിടെ വേറെ ആരും കൺട്രോൾ ചെയ്യാനില്ല വീഡിയോ ചെയ്യുന്ന കാര്യത്തിലൊക്കെ. അതുകൊണ്ടാണ് നമുക്ക് ആ കോൾ എടുക്കേണ്ടി വന്നത്. അതാണ് ആ വീഡിയോ നമ്മൾ പിന്നീടുള്ള വീഡിയോസിലൊക്കെ നമ്മൾ അതേക്കുറിച്ച് പറയേണ്ടി വന്നു. കുറേ സമയവും പോയി. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും എനിക്കത് അറിയാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഇതുപോലെ തന്നെ മിസ്റ്റേക്ക് പറ്റിയിരുന്നു. ലാസ്റ്റ് ഭാഗം നമുക്ക് പറയാൻ പറ്റിയില്ല. പിന്നെ കാരണം എന്തൊരു കാര്യത്തിനായാലും നമ്മൾ അതിൻ്റേതായിട്ടുള്ള മര്യാദ എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു പോകണമല്ലോ തുടക്കവും അവസാനമൊക്കെ. അതുകൊണ്ടാണ് നമ്മളിത് എടുത്ത് പറയേണ്ട ഒരവസ്ഥ. അല്ലെങ്കിൽ നമുക്ക് വീഡിയോ കാണുമ്പോൾ നമുക്ക് അത്ര എന്താ പറയുക, ലാസ്റ്റ് ഭാഗം ഇല്ലല്ലോ എന്നെല്ലാവരും ചിന്തിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ ആ സെക്ഷൻ 4 വീഡിയോയും ഇപ്പോൾ സെക്ഷൻ 14 വീഡിയോയും ഒരേപോലെ തന്നെ ഈ ലാസ്റ്റ് ഭാഗം നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇത് സെക്ഷൻ 50 എന്ന് പറഞ്ഞാണ് അപ്ലോഡ് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് വീണ്ടും പറയേണ്ടി വരുന്നത് വെച്ചാൽ പുതിയ വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്. അപ്പോൾ അതും ക്ഷമിക്കുക. അപ്പോൾ നമുക്കിനി ഈ ബുക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഇത് ബുക്കിനെ കുറിച്ച് ഒന്ന് വായിച്ചിട്ട് നമുക്ക് തുടങ്ങാം. കാരണം ഇത് പുതിയതായിട്ട് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ വേറെ മാർഗ്ഗമില്ല. ഇനിയിപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ലാസ്റ്റ് ഭാഗം പറഞ്ഞാന്ന് വെച്ചാൽ ഡിലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ തന്നെ അത് ഭയങ്കര നഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ ടൈം ഒരുപാട് പോകും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ വ്യൂവേഴ്സൊക്കെ ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മളത് അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഇങ്ങനത്തെ അബദ്ധം പറ്റുന്നത്. പിന്നെ ഒരു വീഡിയോയിൽ സെക്ഷൻ 5 വീഡിയോയിൽ ഇതുപോലെ തന്നെ ലാസ്റ്റ് ഭാഗത്ത് മൈക്കിലെ ചാർജ് പോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്ന്. ഇനി മുന്നത്തെ വീഡിയോയിൽ നമ്മളത് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെ വരുന്നതിന്. അപ്പോൾ അതങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് വീഡിയോസിലൊക്കെ. അതൊക്കെ എന്തായാലും നമ്മൾ കാര്യമാക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ വ്യൂവേഴ്സ് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തത് ഈ വീഡിയോയിലെ ഇനി കാര്യങ്ങൾ ഈ ബുക്കിനെ കുറിച്ച് നമുക്കിനി പറയാം. വീഡിയോയിൽ ബുക്ക് തോട്ട്സ് കംപ്ലീറ്റ് CCT പ്രിപ്പറേഷൻ ഓൾ ഇൻ വൺ ബുക്ക്, ദ പേഴ്സൺ CCT മാനുവൽ 2023, എഡ്ഗാർ തോർപ്പ്, ഷോബിക് തോർപ്പ്, സിവിൽ സർവീസ് അപ്ലൈ ടെസ്റ്റ് ഫോർ ദി UP സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ, ഫുൾ ആൻഡ് എക്സ്ക്ലൂസീവ് കവറേജ് ഓഫ് പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്, പേപ്പർ 2 ജനറൽ സ്റ്റഡീസ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ ദ പേഴ്സൺ CCT മാനുവൽ 2030 സിലബസ് അനുസരിച്ച് ആണ് പേപ്പർ 1 ജനറൽ സ്റ്റഡീസും പേപ്പർ 2 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് വന്നേക്കുന്നത് ഇവിടെ. ശരിക്കും ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ദ പേഴ്സൺ CCT മാനുവൽ 2023 സിലബസ് നോക്കിയപ്പോൾ പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ജനറൽ സ്റ്റഡീസ് എന്നാണ് കണ്ടത്. അപ്പോൾ ആ രീതിയിൽ തന്നെ പഠിച്ചു ശ്രമിക്കുക. സിലബസ് എന്തായാലും കറക്റ്റായിട്ട് നോക്കിയിരിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് സിലബസ് ശ്രദ്ധിക്കണം എന്നുള്ളത്. പിന്നെ ഇന്ത്യൻ ഹെറിറ്റേജ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, വുമൺ എംപവർമെന്റ്, സെക്യൂരിറ്റി റിലേഷൻസ് എന്നൊക്കെ പറഞ്ഞ കുറേ ഭാഗങ്ങൾ കൂടുതൽ ദ പേഴ്സൺ CCT മാനുവൽ 2023 സിലബസിൽ കണ്ടിരുന്നു. ഈ ബുക്കിൽ അതില്ല. കാരണം ഇത് 2030 ബുക്കാണല്ലോ. ദ പേഴ്സൺ CCT മാനുവൽ 2030 ബുക്കാണ്. അതുകൊണ്ട് ഈ ബുക്കിൽ അതൊന്നും ഇല്ല. ഇതിലെ കണ്ടൻസ് ഒക്കെ നമ്മൾ
സെക്ഷൻ 30 എന്നുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. സെക്ഷൻ 40 വീഡിയോയിൽ നമ്മൾ ഈ പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് തുടങ്ങിയിട്ടുണ്ട്. തുടക്കം മുതലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കണ്ടൻസ് കാണണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ 13 വീഡിയോ കാണുക. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ നമുക്ക് പറ്റുന്ന മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ പരമാവധി വീഡിയോസിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലായാലും എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. പരമാവധി ഇത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദ പേഴ്സണൽ CCT മാനുവൽ 2023 പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്, പേപ്പർ 2 ജനറൽ സ്റ്റഡീസ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ബുക്കിനെ കുറിച്ച് ഒന്നും കൂടി പരിചയപ്പെടുത്താണ്. കമ്മിറ്റി CCT പ്രിപ്പറേഷൻ ഓൾ ഇൻ 1 ബുക്ക് ടോപ്സ്. ഇത് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരമാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോയിൽ. ഏതായാലും ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞു പോകാം. ഏതായാലും കഴിഞ്ഞ വീഡിയോ എന്തായാലും ചെയ്തത് മിസ്റ്റേക്ക് പറ്റിയല്ലോ. ദ പേഴ്സൺ CCT മാനുവൽ 2023 എഡ്ഗാർ തോർപ്പ്, ഷോവിക് തോർപ്പ്, സിവിൽ സർവീസ് അപ്റ്റൂഡ് ടെസ്റ്റ് ഫോർ ദി UP സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ, ഫുൾ ആൻഡ് എക്സ്ക്ലൂസീവ് കവറേജ് ഓഫ് പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്, പേപ്പർ 2 ജനറൽ സ്റ്റഡീസ്. പേഴ്സൺ കണ്ടൻസ് അബൌട്ട് 30 പേജ് ഓഫ് കളർഡ് മാപ്സ്, ഓൾവേസ് ലേണിംഗ്. ഇത് പുതിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിത് എടുത്ത് പറയുന്നത്. തോർപ്പ് ദ പേഴ്സൺ CCT മാനുവൽ 2023 സിവിൽ സർവീസ് അപ്റ്റൂഡ് ടെസ്റ്റ് ഫോർ ദി UP സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ. പേഴ്സൺ ബുക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനിതിപ്പോൾ ഇത് എടുത്ത് കാണിക്കുന്നത്. പിന്നെ ബുക്കിൻ്റെ തിക്നെസ് ഒക്കെ ഒന്ന് കാണിക്കുകയാണ്. ഇത്രയൊന്നും പറയാൻ നമുക്ക് സമയമൊന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് പറഞ്ഞിരുന്നു. നല്ല ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഇത് ബുക്കിൻ്റെ ബാക്ക് വശമാണ്. ഞാനിത് പുതിയ വീഡിയോ ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇതും കൂടിയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചത്. പേഴ്സൺ CCT മാനുവൽ. ഇപ്പോഴത്തെ ബുക്കൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ. ഇതുപോലെ ഒന്നും ആയിരിക്കില്ല, പുതിയ ബുക്കൊക്കെ ഇതുപോലെ ഒന്നും ആയിരിക്കില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ കാണിക്കുന്നുള്ളൂ. എൻ്റെ അടുത്ത് ഈ ബുക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. ഇത്രയൊന്നും പറയാൻ നമുക്ക് സമയമൊന്നുമില്ല. ബുക്കിൻ്റെ കുറേ സ്പെഷ്യാലിറ്റിയാണ് ഈ കാണുന്നത്, പ്രത്യേകതകൾ. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ബുക്കിലുണ്ടാവും. ഇത് ബാർകോഡ് അടക്കം നമ്മൾ വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, ബുക്കിൻ്റെ വില, ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്. ബുക്കിൻ്റെ തിക്നെസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇനി നമുക്ക് പറയാം പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഇന്ന് 23-ാം തീയതിയാണ്. 23/6/2023 എന്നാണ് നമ്മുടെ ഈ സെക്ഷൻ 15 എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 23/6/2023 തന്നെയാണ് സെക്ഷൻ 40 എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഒരു ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം 2 കണ്ടിന്യൂഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, സെക്ഷൻ 14 വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിൻ്റെ കണ്ടിന്യൂഷനുള്ള രീതിയിൽ നമുക്ക് ഈ വീഡിയോ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ സെക്ഷൻ 14 വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് CST പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഭാഗം മാത്രം പറയാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീഡിയോയിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. CST പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്. ഇതിപ്പോൾ സെക്ഷൻ 40 എന്നുള്ള വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മൾ വായിച്ചാണ്. ഇതിപ്പോൾ പ്രാവശ്യം ഒന്നുകൂടി വായിക്കണം, കാരണം പുതിയ വീഡിയോ ആയിട്ട് ചെയ്യണമായിരുന്നല്ലേ. പിന്നെ എവിടെയാണ് എന്താണെന്നൊന്നും മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് പറയാം. ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി, CST പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി. അതിൽ ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റ് ഫസ്റ്റ്, ഇക്കോസിസ്റ്റം ആൻഡ് ബയോസ്ഫിയർ, ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ് ആൻഡ് സസ്റ്റൈനബിലിറ്റി, വേൾഡ് വാട്ടർ റിസോഴ്സസ്, ബയോഡൈവേഴ്സിറ്റി, ഇൻട്രൊഡക്ഷൻ, എൻഡേഞ്ചർഡ് സ്പീസീസ്, ഹാബിറ്റേറ്റ്സ് ഇൻ ഡേഞ്ചർ, ഷോർട്ട് നോട്ട്സ് ഓൺ ഇന്ത്യസ് ബയോഡൈവേഴ്സിറ്റി, ഇന്ത്യസ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി, അതർ കറന്റ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ട്രെൻഡ്സ് ഇൻ വേൾഡ് പോപ്പുലേഷൻ, global ocean resources, hungry planet, global human migration, agrobiodiversity in India, conservation and management of agrobiodiversity/PGR, India's environmental efforts, the Ministry of Environment and Forestry (MOEF), short notes on other environmental authorities related programs, National Wetland Conservation and Management Program (NWCMP), important environmental standards in India, data tables, India's biodiversity, short notes, basics of environmental science, environmental economics and environmental policy, evaluation biodiversity and population ecology, global climate change, chronology of environmental movement, glossary of environmental terms, important abbreviations, question bank, basics of environmental science, environmental economics and environmental policy, evaluation biodiversity and population ecology,
ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇത്തരം കാര്യമാണ് നമ്മൾ സെക്ഷൻ 14 എന്നുള്ള വീഡിയോയിൽ പറഞ്ഞത്. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ കൂടി പറയാം. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ സെക്ഷൻ 14 വീഡിയോയിൽ. ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റ് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ. പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് CSATയുടെ. അപ്പം ഞാൻ ഇന്നലെ 22/6/2023 ലാസ്റ്റ് ഭാഗം നമ്മൾ വീഡിയോ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഐശ്വര്യമായിട്ടും സന്തോഷമായിട്ടൊക്കെ ആരംഭിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഭാഗ്യമില്ല, നമുക്ക് ലാസ്റ്റ് ഭാഗം പറയാൻ പറ്റിയില്ല. കട്ടായി പോയി എന്ന് തന്നെ പറയാം ലാസ്റ്റ് ഭാഗം. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ല. അപ്പോൾ നമ്മളിത് വീണ്ടും പറയണം. ഈ വീഡിയോ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യാണ്. അപ്പം ഞാനത് ഈ വീഡിയോ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഫസ്റ്റ് തുടക്കം മുതലേ തന്നെ ചെയ്യാം. പക്ഷെ നമ്മളത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടൈം പോവും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം അത് കാരണം കൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചാൽ ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ വേണ്ടാന്ന് വെച്ചു. അപ്പം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റ്, ഇക്കോസിസ്റ്റം ആൻഡ് ബയോസ്ഫിയർ, ഇത് നമ്മളായിട്ടൊന്നും ചെയ്തതല്ലല്ലോ. ഫോണിൽ ഓരോന്നും ഇങ്ങനെ പെട്ടെന്ന് ഫോണിലോട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ, കാരണം ഫോണാകുമ്പോൾ മെസ്സേജ് അപ്ഡേറ്റ് ചെയ്യാതെ അങ്ങനെ പല കാര്യങ്ങളും വരുമല്ലോ. ഫോൺ കോള്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അത് കാരണം കൊണ്ട് അങ്ങനെ വരുന്നതാണ്. അപ്പം അത് കാരണമാണ് നമ്മൾ പിന്നെ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് തന്നെ ഒരു തൃപ്തി ഇല്ല അത് അപ്ലോഡ് ചെയ്യാൻ. കാരണം ശരിക്കും പറഞ്ഞാൽ പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ ക്ലാസ് ആയിരുന്നു ശരിക്കും CSATയുടെ. ഫസ്റ്റ് ശരിക്കും ഈ ബുക്ക് ശരിക്കും തുടങ്ങുന്നത് ഇവിടെ നിന്ന് മുതലാണ് യഥാർത്ഥത്തിൽ ഈ ബുക്ക് തുടങ്ങുന്നത്. കാരണം ഇതിന് മുന്നൊക്കെ എന്ന് വെച്ചാൽ അനാലിസിസ് CSAT 2012, പേപ്പർ 1, പേപ്പർ 2, അനാലിസിസ് CSAT 2011, പേപ്പർ 1, പേപ്പർ 2 ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും ഈ ബുക്കിലെ ശരിക്കും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്നുള്ള രീതിയിൽ പറയുന്നത് ഇവിടെ നിന്നോട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് ലാസ്റ്റ് ഭാഗം പറ്റാതെ പോയത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പോട്ടെ, ഇനിയിപ്പോൾ നമുക്കത് വിട്ട് കളയാം. എന്തായാലും നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം പറയാം. ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പറഞ്ഞ്, ഇക്കോസിസ്റ്റം ആൻഡ് ബയോസ്ഫിയർ പറഞ്ഞ്, കമ്മ്യൂണിറ്റി ആൻഡ് ഇക്കോസിസ്റ്റം ഡൈനാമിക്സ് പറഞ്ഞ്, കമ്മ്യൂണിറ്റി സ്ട്രക്ചർ പറഞ്ഞ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് പറഞ്ഞ്, ചേഞ്ച് ഇൻ കമ്മ്യൂണിറ്റീസ് ഓവർ എ ടൈം പറഞ്ഞ്, ഡിസ്റ്റർബൻസ് ഓഫ് കമ്മ്യൂണിറ്റി പറഞ്ഞ്, പിന്നെ ഇതിവിടെ ഒരു ഇക്കോളജി ഉണ്ട് അത് പറഞ്ഞ്, പിന്നെ ഇക്കോസിസ്റ്റം ആൻഡ് കമ്മ്യൂണിറ്റീസ്. ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറയണം, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്ന് വിചാരിക്കരുത്. ഇതിപ്പോൾ ശരിക്കും CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിലെ ആദ്യത്തെ ക്ലാസ് ആണല്ലോ. അങ്ങനെ ഒരു പ്രാധാന്യം നമുക്ക് കൊടുക്കുന്നുണ്ട് ഈ ക്ലാസ്സിന്. അപ്പം ഞാൻ അവസാനമായിട്ട് ഒന്നും കൂടി നമ്മൾ ക്ഷമ ചോദിക്കണം. നമ്മുടെ സെക്ഷൻ 14 ഈ ഭാഗത്തെക്കുറിച്ചുള്ള ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഭാഗം പറയാൻ പറ്റാതെ പോയതിന് ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മളതിന് എന്താ പറയുക, ക്ഷമ ചോദിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് പരമാവധി നമ്മൾ ഈ ഓരോ മെസ്സേജും അപ്ഡേഷനൊക്കെ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ്. കാരണം യൂട്യൂബ് ആയതുകൊണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ കമൻസിൻ്റെ ബഹളമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിത് 1-2 പ്രാവശ്യമൊക്കെ പറയേണ്ടി വന്നത്. കാരണം ആരെങ്കിലും ഇപ്പം നമ്മൾ പറയണ കേട്ടിട്ട് ഒരു മനസ്സ് എന്താ പറയുക, അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടെങ്കിൽ അതിനൊന്ന് പിന്തിരിയോല്ലോ. നെഗറ്റീവ് കമൻസ് ഒക്കെ അയക്കുന്നവരുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകത എടുത്ത് പറയുന്നത്. അങ്ങനെ വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ടാണ്. അപ്പം എല്ലാവരും ക്ഷമിക്കുക റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിന്. കാരണം വീഡിയോസൊക്കെ ആകുമ്പോൾ എന്തായാലും നമ്മൾ താങ്ക്സ് പറഞ്ഞൊക്കെ അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ ഒരു തുടക്കവും ലാസ്റ്റ് ഭാഗം താങ്ക്സ് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരു തുടക്കം ഗുഡ് മോർണിംഗോ അല്ലെങ്കിൽ ഹായോ ഹലോ ഒക്കെ പറഞ്ഞൊക്കെയാണ് നമ്മൾ തുടങ്ങാറുള്ളത്. തുടക്കമൊക്കെ നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ഭാഗം വരുമ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് അങ്ങനെ വന്നത്. ഇനിയിപ്പോൾ എത്ര വീഡിയോ അങ്ങനെ വരുമെന്നും അറിയില്ല. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്നാലും വേറൊരു ഫീൽഡായിരുന്നെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നേനെ. പക്ഷേ യൂട്യൂബ് ആയതുകൊണ്ടാണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത്. ദയവേത് ക്ഷമിക്കുക, അത്രേ പറയാനുള്ളൂ. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ഇത്രയും ഭാഗമൊക്കെ നമ്മൾ പറഞ്ഞിട്ടാ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പറയുന്നത് ഇക്കോസിസ്റ്റം ആൻഡ് കമ്മ്യൂണിറ്റീസ് ആണ്. ഇക്കോസിസ്റ്റം ആൻഡ് കമ്മ്യൂണിറ്റീസ് ഇപ്പോൾ അധികം സമയമില്ല വീഡിയോ എടുക്കാൻ. എന്നാലും ഒരു ചെറിയൊരു വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇക്കോസിസ്റ്റം ആൻഡ് കമ്മ്യൂണിറ്റീസ്. Ecosystem include both living and non-living components. The living or biotic components include habitats and niches occupied by organisms. Non-living or
abiotic components include soil, water, light, inorganic nutrients, and weather. An organism's place of residence or where it can be found is its habitat. A niche is often viewed as a role of that organism in the community. Factors limiting its life and how it acquires food. Produces a major niche in all ecosystems are autotrophic, usually photosynthetic organisms. In terrestrial ecosystems, the producers are usually green plants. Freshwater and marine ecosystems frequently have algae as the dominant producers. Consumers are heterotrophic organisms that eat food produced by other organisms. Herbivores are a type of consumers that feed directly on green plants, bracket or another type of autotroph, bracket close. Since herbivores take their food directly from the producer level, they are called primarily consumers. Carnivores feed on other animals, bracketly, or another type of consumer, and are secondary or territory consumers. Omnivorous, the feeding method used by humans, feed on both the plants and animals. Decomposers are organisms, mostly bacteria and fungi, which recycle nutrients from decaying organic materials. Decomposers break down detritus, non-living organic matter into inorganic matter. Small soil organisms are critical in helping bacteria and fungi shed leaf litter and form rich soil. Even if communities do different structure, they have some common uniting process such as energy flow and matter cycling. Energy flows moves through feeding relationship. The term ecological niche refers to how an organism functions in an ecosystem. Food webs, food chains, and food pyramids are three ways of representing energy flow. ഇനിയൊരു ഇതാണ് ഒരു ഫിഗറാണ് കൊടുത്തേക്കുന്നത്. ഫിഗർ 1.1 എന്ന് പറഞ്ഞിട്ട് ദ ഫ്ലോ ഓഫ് എനർജി ത്രൂ ആൻ ഇക്കോസിസ്റ്റം. താഴെയുണ്ട് എസ് ഉണ്ട്. Producers absorb solar energy and convert it into chemical bonds with the help of inorganic nutrients taken from the environment. The energy content of organic food passes up the food chain. Eventually, all energy is lost as heat, therefore requiring continual input. Original inorganic elements are mostly returned to the soil and producers. They can be used again by the producers and no new input is required. Energy flow in ecosystems, as with all other energy, must follow the two laws of thermodynamics. The first law states the energy is neither created nor destroyed. Instead, it changes from one form to another, bracket potential to kinetic. The second law mandates that when energy is transformed from നമ്മുടെ ക്യാമറയുടെ കുറച്ച് പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. അതെല്ലാവരും ക്ഷമിക്കണം, വേറെ ഒന്നുമല്ല, ക്യാമറ അത്ര പോരാ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പലതരത്തിലായിട്ട് എടുക്കേണ്ടി വരുന്നത്. The second law mandates that when energy is transformed from one form to another, some usable energy is lost as heat. Thus, in any food chain, some energy must be lost as we move up the chain. The ultimate source of energy for nearly all life is the sun. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇതുപോലത്തെ ചെറിയ ടൈപ്പ് പാസേജ് ഒക്കെ നമ്മൾ 2 പ്രാവശ്യം വായിക്കും, വലിയ ടൈപ്പ് പാസേജ് ആണെങ്കിൽ നമ്മൾ 4 പ്രാവശ്യം വായിക്കും, അങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതൊരു 4 പ്രാവശ്യം വെച്ച് പറഞ്ഞാലും പോരാ, എന്നാലും നമുക്ക് ഇത്ര ടൈമുള്ളൂ, പറ്റാവുന്ന പോലെ പറഞ്ഞു പോയാണ്. അപ്പോൾ അടുത്തത് ഇക്കോസിസ്റ്റം ആൻഡ് കമ്മ്യൂണിറ്റീസ്. Ecosystem include both living and non-living components. The living or biotic components include habitats and niches occupied by organisms. Non-living or abiotic components include soil, water, light, inorganic nutrients, and weather. An organism's place of residence or where it can be
found is its habitat. A niche is often viewed as the role of that organism in the community. Factors limiting its life and how it acquires food. Produces a major niche in all ecosystems. Are autotrophic. Produces a major niche in all ecosystems are autotrophic, usually photosynthetic organisms. In terrestrial ecosystem, the producers are usually green plants. Freshwater and marine ecosystems frequently have algae as the dominant producers. Consumers are heterotrophic organisms that eat food produced by other organisms. Herbivores are a type of consumers that feed directly on green plants or another type of autotroph bracketly. Since herbivores take their food directly from the producer level, they are called primarily consumers. Primarily consumers. Carnivores feed on other animals bracket or another type of consumer and are secondary or tertiary consumers. Omnivorous, the feeding method used by humans, feed on both plants and animals. Decompose are organisms, mostly bacteria and fungi, which recycle nutrients from decaying organic materials. Decomposers break down detritus, non-living organic matter into inorganic matter. Small soil organisms are critical in helping bacteria and fungi shade leaf litter and form rich soil. Even if communities do differ in structure, they have some common uniting process such as energy flow and matter cycling. Energy flows move through feeding relationship. The term ecological niche refers to an organism functions in an ecosystem. Food webs, food chains, and food pyramids are three ways of representing energy flow. Processes: photosynthesis. സോറി ഇതാണ് ഇത് ഫിഗർ നമുക്ക് പിന്നെ പറയാം. നമ്മൾ വെറുതെ കാണിക്കുകയാണ്. പ്രോസസ് ഫോട്ടോസിന്തസിസ്, ഡൈജസ്റ്റൻ, അസിമിലേഷൻ ആൻഡ് ഗ്രോത്ത്, എക്സ്ക്രീഷൻ ആൻഡ് ഡെത്ത്, റെസ്പിറേഷൻ. ഇത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ, ഇനിയും വിശദീകരിക്കാനൊക്കെ ഉണ്ട്. അടുത്തത് producers absorb solar energy and convert it into chemical bonds with the help of inorganic nutrients taken from the environment. The energy content of organic food passes up the food chain. Eventually, all energy is lost as heat. Therefore, recurring continental input, original inorganic elements are mostly returning to the soil and producers. They can be used again by the producers and no new input is required. Energy flow in ecosystems. As with all other energy, must follow the two laws of thermodynamics. The first law state that energy is neither created nor destroyed. Instead it changes from one form to another bracketly potential to kinetic bracketly. The second law mandates that when energy is transformed from one form to another, some usable energy is lost as heat. Thus, in any food chain, some energy must be lost as we move up the chain. The ultimate source of energy for nearly all life is the sun. Ecosystem and communities. Ecosystems include both living and non-living components. The living or biotic components include habitats and niches occupied by organisms. Non-living or abiotic components. Non-living or abiotic components include soil, water, light, inorganic nutrients, and weather. An organism's place of residence or where it can be found is its habitat. A niche is often viewed as the role of that organism in the community. Factors limiting its life and how it acquires food. Produces a major niche in all ecosystems are autotrophic, usually photosynthetic organisms. In terrestrial ecosystem, the producers are usually green plants. Freshwater and marine ecosystems frequently have algae as the dominant producers.
Consumers are heterotrophic organisms that eat food produced by other organisms. Herbivores are a type of consumers that feed directly on green plants, bracket or another type of autotroph, bracket close. Since herbivores take their food directly from the producer level, they are called primarily consumers. Carnivores feed on other animals or another type of consumer, bracket and are secondary or tertiary consumers. Omnivorous, the feeding method used by humans, feed on both plants and animals. Decomposers are organisms, mostly bacteria and fungi, which recycle nutrients from decaying organic materials. Decomposers break down detritus, non-living organic matter, into inorganic matter. Small soil organisms are critical in helping bacteria and fungi shade leaf litter and form rich soil. അടുത്തത്, even if communities do differ in structure, they have some common uniting process such as energy flow and matter cycling. Energy flows move through feed relationship. The term ecological Niki refers to how an organism functions in an ecosystem. Food webs, food chains, and food pyramids are three ways of representing energy flow. Process: photosynthesis, digestion, assimilation, and growth. Excretion, death, respiration, heat available for further energy transfers. Producers absorb solar energy and convert it into chemical bonds with the help of inorganic nutrients taken from the environment. The energy content of organic food passes up the food chain. Eventually, all energy is lost as heat, therefore requiring continental input. Original inorganic elements are mostly returned to the soil and producers. They can be used again by the producers and no new input is required. Energy flow in ecosystems, as with all other energy, must follow the two laws of thermodynamics. The first law states that energy is neither created nor destroyed. Instead, it changes from one form to another, bracket potential to kinetic, bracket close. The second law mandates that when energy is transformed from one form to another, some usable energy is lost as heat. Thus, in any food chain, some energy must be lost as we move up the chain. The ultimate source of energy for nearly all life is the sun. Ecosystem and communities. Ecosystem include both living and non-living components. The living or biotic components include habitats and Niki occupied by organisms. Non-living or abiotic components include soil, water, light, inorganic nutrients, and weather. An organism's place of residence or where it can be found is its habitat. Niki is often viewed as the role of that organisms in the community. Factors limiting its life and how it acquires food. Produces a major Niki in all ecosystems are autotrophic, usually photosynthesis organisms. In terrestrial ecosystems, the producers are usually green plants. Freshwater and marine ecosystems frequently have algae as the dominant producers. Consumers are heterotrophic organisms that eat food produced by other organisms. Herbivores are a type of consumers that feed directly on green plants. Brachial are another type of autotroph. Since herbivores take their food directly from the producer level, they are called primarily consumers. Primarily consumers. Carnivores feed on other animals. Brachial are another type of consumer and are secondary or tertiary consumers. Omnivorous, the feeding method used by humans,
feed on both the plants and animals. Decomposers are organics, mostly bacteria and fungi, which recycle nutrients from decaying organic materials. Decomposers break down detritus, non-living organic matter into inorganic matter. Non-living organic matter into inorganic matter. Small soil organisms are critical in helping bacteria and fungi shade leaf litter and form rich soil. Even if communities do different structure, they have some common unity in process such as energy flow and matter cycling. Energy flows smooth through feeder landship. The term ecological niche refers to how an organism function in an ecosystem. Food webs, food chains, and food pyramids are three ways of representing energy flow process. Producers absorb solar energy and convert it into the flow of energy through an ecosystem എന്നുള്ള ഫിഗറിൽ പറഞ്ഞേക്കുന്നതാണ്. അടുത്തത് producer absorb solar energy and convert it into chemical bonds with the help of inorganic nutrients taken from the environment. The energy content of organic food passes up the food chain. Eventually, all energy is lost as heat, therefore requiring continual input. Original inorganic elements are mostly returned to the soil and producers. They can be used again by the producers, and no new input is required. Energy flow in ecosystems, as with all other energy, must follow the two laws of thermodynamics. The first law states that energy is neither created nor destroyed. Instead, it changes from one form to another, bracketed potential to kinetic. The second law mandates that when energy is transformed from one form to another, some usable energy is lost as heat. Thus, in any food chain, some energy must be lost as we move up the chain. The ultimate source of energy for nearly all life is the sun. നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി കുറവുണ്ട്, നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബുദ്ധിമുട്ടാണ്. അതാണ് നമുക്ക് കുറേ ടൈം പോകുന്നുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എടുക്കേണ്ടി വരണം, ചില സമയത്ത് ക്ലാരിറ്റി ഇല്ല. അപ്പം ഇക്കോസിസ്റ്റം ആൻഡ് കമ്മ്യൂണിറ്റീസിലെ കുറച്ച് പോയിന്റ്സ് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ വീഡിയോയിൽ എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, സെക്ഷൻ 14 സെക്ഷൻ 15 രണ്ടും ഒരു ദിവസം തന്നെയാണല്ലോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ ഇതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു: ഇക്കോസിസ്റ്റം ആൻഡ് ബയോസ്ഫിയർ, കമ്മ്യൂണിറ്റി സ്ട്രക്ചർ, ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റി, ചേഞ്ചസ് ഇൻ കമ്മ്യൂണിറ്റീസ് ഓവർ ടൈം, ഡിസ്റ്റർബൻസ് ഓഫ് എ കമ്മ്യൂണിറ്റി, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇക്കോസിസ്റ്റം ആൻഡ് കമ്മ്യൂണിറ്റീസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. നമ്മൾ തുടക്കം എന്ന് വെച്ചാൽ ഇക്കോസിസ്റ്റം ഇൻക്ലൂഡ് ബോത്ത് ലീവിങ് ആൻഡ് നോൺ ലീവിങ് കമ്പോണൻസ്. ദ ലീവിങ് ഓർ ബയോട്ടിക് കമ്പോണൻസ് ഇൻക്ലൂഡ് ഹാബിറ്റേറ്റ്സ് നിക്കി ഒക്യുപ്പൈഡ് ബൈ ഓർഗാനിംസ് എന്നുള്ളത് നമ്മൾ അതേ രീതിയിൽ തന്നെ പറയണം. ആ പോയിന്റ്സ് ഒരിക്കലും വിട്ടുപോകരുത്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ക്ലാസ് എടുത്തപ്പോൾ. ഇതിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇക്കോസിസ്റ്റം ആൻഡ് കമ്മ്യൂണിറ്റീസ് മാത്രമല്ല പറയുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോയാണ്. ഫസ്റ്റ് നമ്മൾ പാസേജ് തുടങ്ങുമ്പോൾ ആദ്യത്തെ നമ്മൾ അങ്ങനെ തന്നെ പറയാൻ നോക്കാം. പിന്നെ ഇതിലെ കുറച്ച് പോയിന്റ്സും പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ നമുക്ക് പറയാം. പിന്നെ ഒരു ഫിഗറും പറയാനുണ്ട് ഇതിൽ. ഇക്കോസിസ്റ്റം ആൻഡ് കമ്മ്യൂണിറ്റീസ്. Ecosystem include both living and non-living components. The living or biotic components include habitats and niche occupied by organisms. Non-living or abiotic components include soil, water, light, inorganic nutrients, and weather. Pinna produces a major niche in all ecosystems are autotrophic, usually photosynthetic organisms. In terrestrial ecosystem, the producers are usually green plants. Freshwater and marine ecosystems frequently have algae as the dominant producers. അടുത്തത് consumers are heterotrophic organisms that eat food produced by other organisms. Herbivores are a type of consumers that feed directly on green plants, or another type of autotroph. Since herbivores
take their food directly from the producer level. They are called primarily consumers. Primary consumers. Carnivorous feed on other animals, bracket on another type of consumer, and are secondary or tertiary consumers. At the omnivorous, the feeding method used by humans feed on both the plants and animals. Decomposers are organisms, mostly bacteria and fungi, which recycle nutrients from decaying organic materials. Decomposers break down detritus, non-living organic matter, into inorganic matter. Small soil organisms are critical in helping bacteria and fungi shade leaf litter and form rich soil. Even if communities do differ in structure, they have some common uniting process such as energy flow and matter cycling. Energy flows moves through feeding relationship. The term ecological Nikki referred to how an organism functions in an ecosystem. Food webs, food chains, and food predominance are three ways of representing energy flow. അപ്പോൾ ഇത് പറഞ്ഞേക്കുന്നത് ഫിഗർ 1.1 ദ ഫ്ലോ ഓഫ് എനർജി ത്രൂ ആൻ ഇക്കോസിസ്റ്റം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൽ പ്രോസസ്സ് നമുക്ക് വായിക്കാം. ഫോട്ടോസൈന്തസിസ്, ഡൈജഷൻ, അസിമിലേഷൻ ആൻഡ് ഗ്രോത്ത്, എക്സ്ക്രീഷൻ ആൻഡ് ഡെത്ത്, റെസ്പിറേഷൻ. ഹീറ്റ് ആൻഡ് അൺഅവൈലബിൾ ഫോർ ഫർദർ എനർജി ട്രാൻസ്ഫേഴ്സ്. അടുത്തത് ഫോട്ടോസൈന്തസിസ് പ്ലാന്റ്സ്, ഡിട്രിവൈറസ്, സെക്കൻഡറി കാർണിവേഴ്സ്, ഹെർബിവൈറസ്, പ്രൈമറി കാർണിവേഴ്സ്. അപ്പോൾ ഹെർബിവൈറസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത് ഫോട്ടോസൈന്തസിസ് പ്ലാന്റ്സ്, സെക്കൻഡറി കാർണിവേഴ്സ്, ഡിട്രിവൈറസ്, പ്രൈമറി കാർണിവേഴ്സ്. ഫിഗർ 1.1 ദ ഫ്ലോ ഓഫ് എനർജി ത്രൂ ആൻ ഇക്കോസിസ്റ്റം. ഇതാണ് കാര്യം. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കി വെക്കാം. അടുത്തത് പ്രൊഡ്യൂസേഴ്സ് അബ്സോർബ് സോളാർ എനർജി ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു കെമിക്കൽ ബോൺസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് inorganic nutrients taken from the environment. The energy content of organic food passes up the food chain. Eventually, all energy is lost as heat. Therefore, recurring continental input, original inorganic elements are mostly returned to the soil and producers. They can be used again by the producers and no new input is required. Last, energy flow in ecosystems, as with all other energy, must follow the two laws of thermodynamics. The first law states that energy is neither created nor destroyed. Instead, it changes from one form to another, bracket potential or kinetic. The second law mandates that when energy is transformed from one form to another, some usable energy is lost as heat. Thus, in any food chain, some energy must be lost as we move up the chain. The ultimate source of energy for nearly all life is the sun. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതെല്ലാം ഞാൻ ഒരേപോലെ പ്രാധാന്യം എടുത്ത് വായിച്ചു, കാരണം എല്ലാം ഒരേപോലെ പ്രാധാന്യമാണ്. അതാണ് വീണ്ടും നമ്മൾ ഒരു വട്ടം കൂടി 5ാമത്തെ പ്രാവശ്യം കൂടി വായിച്ചിട്ടുണ്ട്. നമുക്കിനി ഒന്നും കൂടി പറയാം. ഇത് ഞാൻ ഇനി പോയിന്റ്സ് മാത്രമേ പറയുള്ളൂ, പിന്നെ പ്രധാനപ്പെട്ട വാക്കുകളും. ഫസ്റ്റ് തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ecosystems and communities. Ecosystems include both living and non-living components എന്ന് പറഞ്ഞിട്ടുണ്ട്. The living or biotic components include habitats and niches occupied by organisms. പിന്നെ വരുന്നത് producers. A major niche in all ecosystems are autotrophic, usually photosynthetic organisms. അടുത്തത് consumers are heterotrophic organisms, that food produced by other organisms. Pinna herbivores are type of consumers that feed directly on green plants, bracket or another type of autotroph. Pinna ഇതിൽ പറയുന്നത് carnivorous ആണ്. Carnivorous feed on other animals, bracket or another type of consumer, bracket and are secondary or tertiary consumers. പിന്നെ അടുത്ത omnivorous ആണ്. The feeding method used by humans, feed on both the plants and animals. അടുത്തത് decomposers are organisms, mostly bacteria and fungi, which recycle nutrients from decaying organic materials. അടുത്തത് പിന്നെ even if communities do differ in structure, they have some common uniting process such as energy flow and matter cycling.
The term ecological niche refers to how an organism functions in an ecosystem. Food webs, food chains, and food pyramids are three ways of representing energy flow എന്നാണ് പറയുന്നത്. Food webs, food chains, and food pyramids are three ways of representing energy flow. പിന്നെ ഇത് ഫിഗർ ആണ്, നേരത്തെ പറഞ്ഞ പോലെ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോ സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഹെർബിവൈറസ്, സെക്കൻഡറി കാർണിവേഴ്സ്, പ്രൈമറി കാർണിവേഴ്സ്, ഡിട്രൈവേഴ്സ്, ഫോട്ടോസയൻറ്റിസ്റ്റ് പ്ലാന്റ്സ്. എനർജി ഫ്ലോ ഓഫ് ത്രൂ ആൻ ഇക്കോസിസ്റ്റം. പിന്നെ ഇതിൽ പറഞ്ഞേക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അബ്സോർബ് സോളാർ എനർജി ആൻഡ് കൺവേർട്ട് ഇൻ ടു കെമിക്കൽ ബോൺസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഓർഗാനിക് ന്യൂട്രിയൻസ് ടേക്കൺ ഫ്രം ദ എൻവയോൺമെന്റ് എന്നാണ്. പിന്നെ എനർജി ഫ്ലോ ഇൻ ഇക്കോസിസ്റ്റംസ് ആസ് വിത്ത് ഓൾ അതർ എനർജി മസ്റ്റ് ഫോളോ ദ ടു ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. പിന്നെ ലാസ്റ്റ് പറയുന്നത് thus in any food chain some energy must be lost as we move up the chain. The ultimate source of energy for nearly all life is the sun. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഈ ഫിഗർ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പറ്റാവുന്ന പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. നമുക്ക് പിന്നെ എന്തായാലും ഒന്നും കൂടി പറയാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഇക്കോസിസ്റ്റത്തിനെ കുറിച്ച്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കണ്ടിന്യൂഷൻ ആയതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞു പോകണമായിരിക്കും നല്ലത്. അല്ലെ അടുത്ത വീഡിയോയിൽ പാതി പോലെ ആയിപ്പോവും. അപ്പം നമുക്കിത് പറയുന്നത് ഇക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ്. ഇക്കോസിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു പാസേജ് അത്രേ ഉള്ളൂ. Any given place may have several different ecosystems that they vary in size and complexity. A tropical island, for example, may have a rainforest ecosystem that covers hundreds of square miles, a mangrove swamp ecosystem along the coast, and an underwater coral reef ecosystem. No matter how the size or complexity of an ecosystem is characterized, all ecosystems exhibit a constant exchange of matter and energy between the biotic and abiotic community. Ecosystem components are so interconnected that a change in any one component will cause subsequent changes throughout the system. അപ്പോൾ ഒന്നും കൂടി വായിക്കണേ. Any given place may have several different ecosystems that vary in size and complexity. A tropical island, for example, may have a rainforest ecosystem that covers hundreds of square miles, a mangrove swamp ecosystem along with the coast, and a underwater coral reef ecosystem. No matter how the size or complexity of an ecosystem is characterized, all ecosystems exhibit a constant exchange of matter and energy between the biotic and abiotic community. Ecosystem components are so interconnected that a change in any one component will cause subsequent changes throughout the system. നമുക്ക് ഇതിലെ കുറച്ച് പോയിന്റ്സ് പറയാം. Any given place may have several different ecosystems that vary in size and complexity. A tropical island, for example, may have a rainforest ecosystem that covers hundreds of square miles, a mangrove swamp ecosystem along with the coast, and an underwater coral reef and ecosystem. അടുത്തത് no matter how the size or complexity of an ecosystem is characterized. All ecosystems exhibit a constant exchange of matter and flow of all ecosystems exhibit a constant exchange of matter and energy between the biotic and abiotic community. Ecosystem components are so interconnected that a change in any one component will cause subsequent changes throughout the system. അപ്പോൾ നമുക്ക് ഇതിലെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് പറയാം. A mangrove swamp ecosystem along the coast and an underwater coral reef ecosystem. പിന്നെ all ecosystems exhibit a constant exchange of matter and energy between the biotic and abiotic community. പിന്നെ വരുന്നത്
Ecosystem components are so interconnected that a change in any one component will cause subsequent changes throughout the system. ഇത്രയൊക്കെ നല്ല പോയിന്റ്സ് ആണ് വരുന്നത്. പിന്നെ ഈ any given place may have several different ecosystem that vary in size and complexity. A tropical island, for example, may have a rainforest ecosystem that covers 100 square miles. അതൊക്കെ നമുക്ക് അതേ രീതിയിൽ തന്നെ പഠിച്ചു പോവാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അത്രേ ഉള്ളൂ. നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതാ ഫുഡ് ചെയിനും ഫുഡ് വെബും ഒക്കെ പറയും. ഫുഡ് ചെയിൻ വേണ്ട, ഇതാണ് ഫുഡ് ചെയിൻ. ഇതൊക്കെ നമ്മൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമുക്ക് സമയമില്ല, ഞാൻ പറഞ്ഞില്ല. നമ്മൾ 2 വീഡിയോ ആയിട്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയായിരുന്നു ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ നമ്മളിപ്പോൾ CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയല്ല. അപ്പോൾ ലാസ്റ്റ് ഭാഗം പറയാൻ പറ്റിയില്ല. അത് കാരണം അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ പിന്നെ നമുക്ക് 23/6/2023 തന്നെ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യേണ്ടി വന്നു. 2 വീഡിയോ ഒരു ദിവസം തന്നെ നമ്മൾ ചെയ്തേക്കും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറേ കാര്യം കൂടി നമുക്ക് ക്ലാസ് എടുക്കായിരുന്നു. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇക്കോളജി ആൻഡ് CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റില നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇക്കോസിസ്റ്റം ആൻഡ് കമ്മ്യൂണിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, പറഞ്ഞ കാര്യങ്ങളൊക്കെ. പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് CSAT, അതിലാണ് ഈ വിഭാഗങ്ങളൊക്കെ വരുന്നത്, ഈ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി പറയാണ്, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വലിയൊരു വീഡിയോ എടുക്കാൻ ഈ സെക്ഷൻ, പക്ഷെ നടന്നില്ലത്. അതിനിപ്പോൾ എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ. അപ്പം അത് നമ്മൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിത് ഒറ്റ വീഡിയോ ഇട്ട് ചെയ്യായിരുന്നെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും കാര്യമൊന്നുമില്ല. പിന്നെ വീണ്ടും ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഭയങ്കര. അതുകൊണ്ടാണ് നമ്മൾ 2 കൂടി ഒരു ദിവസം അപ്ലോഡ് ചെയ്യാന്ന് വെച്ചത്. വെച്ചാൽ 23/6/2023 തന്നെ നമ്മൾ സെക്ഷൻ 14 സെക്ഷൻ 15 എന്ന് പറഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞ തന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ക്ഷമയൊക്കെ ചോദിച്ചതാണ് വീഡിയോയിൽ വന്ന മിസ്റ്റേക്കിനൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് വിചാരിക്കുന്നു. എനിക്കത് ഭയങ്കര ഒരു വിഷമമായി. കാരണം നമുക്ക് ഫസ്റ്റ് കുറച്ചും കൂടി നന്നാക്കായിരുന്നു വീഡിയോ. എന്തായാലും അത് പറ്റിയില്ല. എന്തായാലും പിന്നെ എഡിറ്റിങ് അറിയാമായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ലായിരുന്നു. ഇതിപ്പോൾ എന്ത് ഒരു കോള് വന്നാലും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളോട്ടൊക്കെ നമുക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാലൊക്കെ നമ്മൾ വീഡിയോ കട്ടായി പോകേണ്ട അവസ്ഥയാണ്. കാരണം ഞാൻ തന്നെയാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ക്യാമറ ഞാൻ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം നിങ്ങളൊക്കെ എല്ലാവരൊക്കെ അതൊന്നും ഓർക്കാൻ ശ്രമിക്കുക. എൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അത്രേ പറയാനുള്ളൂ. പിന്നെ ഈ വീഡിയോസിൽ എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇക്കോസിസ്റ്റം ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല ഞാൻ പറഞ്ഞേക്കണ കാര്യമൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഇനി മനസ്സിലാവാതെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിക്കാം. അപ്പോൾ എല്ലാത്തിനും നമ്മളത് ഇവിടെ പറയണം. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ CSATക്ക് നന്നായിട്ട് പഠിക്കുക എന്നുള്ള മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള മനസ്സോടുകൂടി നമ്മൾ എക്സാമിന് വേണ്ടി തയ്യാറാവുക. ഇപ്പം ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ദ ഫ്ലോ ഓഫ് എനർജി ത്രൂ ആൻ ഇക്കോസിസ്റ്റം, ഇതൊക്കെ മനസ്സിലാക്കുക. ഇതൊക്കെ നമുക്ക് ഈ ഫിഗർ നോക്കിയൊക്കെ മനസ്സിലാക്കാം. പിന്നെ വലിയ വലിയ എസ്സേകളൊക്കെ ഇനി വരുന്നത്. അപ്പം പരമാവധി നമ്മൾ CSATക്ക് വേണ്ടി ഒരു കഠിന പരിശ്രമം തന്നെ നടത്താം. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ വീഡിയോസിൽ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, മിസ്റ്റേക്ക് പറ്റിയതൊക്കെ. ഇനി അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കത് ഇപ്പം 2ാമത്തെ പ്രാവശ്യമാണ് നമുക്ക് തന്നെ സംഭവിക്കുന്നത്. കാരണം സെക്ഷൻ 4 ഇതുപോലെ തന്നെ ലാസ്റ്റ് ഭാഗം പറഞ്ഞില്ല. സെക്ഷൻ 4 തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് പറഞ്ഞിരുന്നത്. അനാലിസിസ് CSAT 2012 പേപ്പർ 1 എന്തോ ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞാണത്, എന്നാലും ഒന്ന് പറഞ്ഞു പോകണമെന്നുള്ളൂ. അപ്പം നമുക്കത് ഇപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ പറ്റിപ്പോണ ഒരു ബുദ്ധിമുട്ടിലോട്ട് പോവുകയാണ്. എന്താ ചെയ്യണം എന്നുള്ള ഒരവസ്ഥ നമുക്ക് അറിയില്ല, എന്ത് ചെയ്യുന്നുള്ളത്. ഇനി ഇങ്ങനെ സംഭവിച്ചു ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഇങ്ങനെ തന്നെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ
കാരണം ഇനി ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാനുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഡിലീറ്റും ചെയ്യാത്തത്. ഡിലീറ്റ് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യണം വീഡിയോസൊക്കെ. വ്യൂവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു പ്രതികരണം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം തന്നെ 2 വീഡിയോ ഒക്കെ ചെയ്താനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡേറ്റിൽ തന്നെ ഇപ്പോൾ 23/6/2023 തന്നെയാണ് നമ്മൾ 2 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളെ വീഡിയോയിൽ ഒരു എന്താ പറയുക, ഒരു കണ്ടിന്യൂഷൻ ഇല്ലാണ്ട് വരും. എടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒറ്റ വീഡിയോ ഇട്ട് ചെയ്യണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും വായിക്കുന്നവർക്കൊക്കെ. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ പരമാവധി നമ്മളിങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കണം പരമാവധി ഇനിയുള്ള വീഡിയോസൊക്കെ. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. അപ്പം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഫുഡ് ചെയിൻ പറയാമെന്നാണ് വിചാരിക്കുന്നത് അടുത്ത വീഡിയോയിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്.